സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ ഗീതാകർത്താവായ വേദവ്യാസ ഋഷിയെയും അതുപോലെ ഗീതാചാര്യനായ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ മഹാഭാരതത്തെയും മഹാഭാരതത്തിൽ ഭഗവത്ഗീതയുടെ സ്ഥാനത്തെയും എല്ലാം പറയുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഈ ഒന്നാമത്തെ ശ്ലോകം ഭഗവത്ഗീതയെ തന്നെ അമ്മയായി വണങ്ങുകയാണ്. ശരിയാണ്, അമ്മ തന്നെയാണ്. മഹാത്മാഗാന്ധി എപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് എൻ്റെ അമ്മ മരിച്ച ശേഷം ഒരമ്മയെ കിട്ടി, എൻ്റെ അമ്മ ഭഗവത്ഗീതയാണ് എന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്ന മഹാത്മജി എന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗീത കൊണ്ടു നടന്നിരുന്നു. അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ സമരത്തിലുള്ള എല്ലാ ഇൻസ്പിറേഷനും ആ ഭഗവത്ഗീതയിൽ നിന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അമ്മയായിരുന്നു ഭഗവത്ഗീത. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അമ്മ തന്നെയാണ്. കാരണം ശ്രുതിയെ തന്നെ, വേദത്തെ തന്നെ നമ്മൾ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ മക്കളെ കൈപിടിച്ച് നന്മയിലേക്ക് നടത്തും പോലെ, അമ്മ മക്കളെ രക്ഷിക്കും പോലെ, അമ്മ മക്കളെ പോഷിപ്പിക്കും പോലെ, ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെയും മക്കൾക്ക് നേടിത്തരുന്നതായിട്ടുള്ള ആ ഉപദേശങ്ങളെ നൽകുന്നതായിട്ടുള്ള ശ്രുതി മാതാവ്, വേദമാതാവ്, ആ മാതാവിൻ്റെ ഒരു തനി പകർപ്പ് തന്നെയാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത എന്ന മാതാവും. വേദത്തിൻ്റെ സാരമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ വേദമാതാവും ഗീതാമാതാവും തമ്മിൽ ഒട്ടും ഭേദമില്ല, അഭേദമായിട്ട് തന്നെ നമുക്ക് കാണണം. പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയും പോലെ തന്നെ പെറ്റമ്മ ശ്രുതി മാതാവാണെങ്കിൽ പോറ്റമ്മയാണ് ശ്രീമദ് ഭഗവത്ഗീത മാതാവ്. അപ്പോൾ ആ ഗീതയെ അംബ എന്ന് വിളിച്ചുകൊണ്ടാണ് അനുസന്ധതാമി, ഹേ അംബ, അല്ലയോ അമ്മേ, അനുസന്ധതാമി, ത്വാം അനുസന്ധതാമി, നിന്നെ ഞങ്ങൾ എന്നും അനുസന്ധാനം ചെയ്യുന്നു. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മരിക്കുന്നു, എപ്പോഴും ധ്യാനിക്കുന്നു, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എന്നാണ്. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ അനു എന്നത് കണ്ടിന്യൂയിറ്റിയെ സൂചിപ്പിക്കുന്ന പദമാണ്, നൈരന്തര്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അനു എന്നുള്ളത്. ദാറ്റ് വിച്ച് കണ്ടിന്യൂസ്, ദാറ്റ് വിച്ച് ഫോളോസ്, ദാറ്റ് വിച്ച് സക്സീഡ്സ് എന്നൊക്കെ അർത്ഥമാണ് അനു എന്നുള്ളതായിട്ടുള്ള ഉപസർഗത്തിന്. അപ്പോൾ അനുസന്ധാനം, സന്ധാനം എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കലാണ്, സന്ധി ചെയ്യലാണ് സന്ധാനം. എവിടെ ചേർത്ത് വെക്കണു? ഹൃദയത്തോട് ചേർത്ത് വെക്കണു. അപ്പൊ അമ്മേ, അംബ, ത്വാം, നിന്നെ, അനുസന്ധതാമി, ഞങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ ഞാൻ എന്നാണ്, സന്തതാമി എന്നത് ഏകവചന ക്രിയയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എപ്പോഴും അമ്മ എൻ്റെ ഹൃദയത്തിലുണ്ട്. എപ്പോഴും അമ്മയെ വിചാരിച്ചു കൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം. അമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ടാണ്, അമ്മ കാണിച്ച വഴിയിലൂടെയാണ് എൻ്റെ ജീവിതം എന്ന് നിത്യവും ഗീത പഠിച്ചു കഴിഞ്ഞാലും ആ ഗീതയുടെ താല്പര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ഉള്ളിലാക്കി കഴിഞ്ഞാലും, സ്വായത്തമാക്കി കഴിഞ്ഞാലും എപ്പോഴും ഇത് ചൊല്ലണം ഒരു മന്ത്രമായിട്ട്. അമ്മേ, അമ്മയെ ഞങ്ങൾ മറക്കുന്നില്ല, അമ്മയെ ഞങ്ങൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അമ്മയുടെ എല്ലാ ഉപദേശങ്ങളും, അമ്മ കാണിച്ച വഴികളെല്ലാം ഓർമ്മയുണ്ട്, ആ ഓർമ്മയോടെ ജീവിക്കുന്നു എന്ന് ഒരു ദിവസവും ചൊല്ലേണ്ട ഒരു പ്രതിജ്ഞയാണിത്. ദിവസവും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് അനുസന്ധതാമി, ഞാൻ അനുസന്ധാനം ചെയ്യുന്നു അമ്മയെ. അപ്പോൾ ആരാണ് ഇവിടുത്തെ അമ്മ? ഭഗവത്ഗീതേ എന്നെടുത്ത് പറയുന്നുണ്ട്. ഭഗവത്ഗീതേ സംബോധനയാണ്. അല്ലയോ ഭഗവത്ഗീതേ അംബ ത്വാം അനുസന്ധതാമി എന്നാണ് ഇവിടുത്തെ വിഷയം.
അപ്പോൾ ഈ ഭഗവത്ഗീതയെ ത്വാം എന്ന് വിളിച്ചുള്ളൂ. ത്വാം എന്ന് പറഞ്ഞു, നിന്നേ എന്ന് പറഞ്ഞു. ആ നിന്നേ എന്ന് പറഞ്ഞ അതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബാക്കിയൊക്കെ. എന്തൊക്കെയാണ് അതിനുള്ള വിശേഷണം? പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, അത് ഒന്നാമത്തെ വിശേഷണം. വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം, അത് രണ്ടാമത്തെ വിശേഷണം. അദ്വൈതാമൃതവർഷിണീം, മൂന്നാമത്തെ വിശേഷണം. ഭഗവതീം, നാലാമത്തെ വിശേഷണം. അഷ്ടാദശാധ്യായിനീം, അഞ്ചാമത്തെ വിശേഷണം. ഭവദ്വേഷിണീം, ആറാമത്തെ വിശേഷണം. അങ്ങനെ 6 വിശേഷണങ്ങളോടുകൂടി ത്വാം എന്ന് പറഞ്ഞു. നിന്നെ, അല്ലയോ അമ്മേ ഭഗവത്ഗീതയെ ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു, എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാകുന്നു അമ്മ എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ആ 6 വിശേഷണങ്ങൾ ഭഗവത്ഗീതയ്ക്ക് ഇവിടെ വർണ്ണിച്ചത്? ഓം എന്നുള്ളത് ആ ഈശ്വര സ്മരണയുടെ പ്രതീകമാണ്. ഈശ്വരനെക്കുറിച്ച് ഏറ്റവും ചുരുക്കത്തിൽ എങ്ങനെ വിളിക്കാമെന്നാണെങ്കിൽ ഓം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഒതുങ്ങി. അങ്ങനെ ആ പരബ്രഹ്മവാചകമായിരിക്കുന്ന ഓംകാരം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്നു. ഓം എന്ന് ഈശ്വര സ്മരണയോടുകൂടി ആരംഭിക്കുന്നു മംഗളം. പാർത്ഥായ പ്രതിബോധിതാം, ഭഗവത്ഗീത ആർക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കപ്പെട്ടതാണ്? പാർത്ഥായ, പാർത്ഥനായിക്കൊണ്ട്. പ്രതിബോധിതാം, പ്രതിബോധിത എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് പറഞ്ഞു കൊടുത്തത്, പ്രത്യക്ഷമായി പറഞ്ഞു കൊടുത്തത്, പരോക്ഷമായി പറഞ്ഞു കൊടുത്തതല്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും സൂചനകൾ കൊടുത്തതല്ല, കൊട്ടേഷൻ കൊടുത്തതല്ല, ഏതെങ്കിലും കോട്ടുകൾ ആരുടെയെങ്കിലും പറഞ്ഞതല്ല. സാക്ഷാൽ ഭഗവാനാൽ, ഇവിടെ പറയുന്നു സ്വയം നാരായണേന ഭഗവതാ, ഭഗവതാ നാരായണേന സ്വയം പാർത്ഥായ പ്രതിബോധിതാം. ഭഗവാൻ നാരായണനാൽ സ്വയം, താൻ തന്നെ, വേറൊരു ഏജന്റിനെ വെച്ച് പറഞ്ഞു കൊടുത്തതല്ല, ഒരു എഴുത്ത് കൊടുത്തയച്ചതല്ല, ഒരു പുസ്തകം കൊടുത്തയച്ചതല്ല, നേരെ നിന്നുകൊണ്ട് സാക്ഷാതായിട്ട് പ്രതിബോധിതാം എന്ന് പറഞ്ഞാൽ നേരിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് എന്നർത്ഥം. പ്രത്യക്ഷമായി ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ പാർത്ഥൻ എന്നാൽ നമുക്കൊക്കെ അറിയാം അർജുനൻ എന്നർത്ഥത്തിൽ. പൃഥ എന്നത് കുന്തിയുടെ പേരാണ്. ആ കുന്തിയുടെ പുത്രന്മാരൊക്കെ പാർത്ഥന്മാരാണ്. 6 പാർത്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ 4 പാർത്ഥന്മാരാണ് മുഖ്യന്മാർ. 6 പേരെ മൊത്തത്തിൽ പറയുമെങ്കിലും 5 പാണ്ഡവന്മാരും ഒരു കർണനും, അല്ലേ? അതിൽ കർണനും യുധിഷ്ഠിരനും ഭീമനും അർജുനനും പാർത്ഥന്മാരാണ്. നകുല സഹദേവന്മാർ മാദ്രേയന്മാരാണ്, മാദ്രിയുടെ മക്കളാണ്. എങ്കിലും പൃഥയാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വേണമെങ്കിൽ പാർത്ഥന്മാരെന്ന കൂട്ടത്തിൽ അവരെയും പെടുത്താം. അപ്പോൾ 6 പാർത്ഥന്മാർ. പക്ഷെ അതിൽ കർണന് മാത്രം താൻ പാർത്ഥനാണെന്ന് അറിയില്ല, പാവം. ബാക്കി 3 പേർക്ക് നല്ല നിശ്ചയമുണ്ട്, 2 പേരും സമ്മതിച്ചിട്ടുള്ള കാര്യവുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പാർത്ഥൻ എന്ന ശബ്ദം കേട്ടാൽ എല്ലാവർക്കും ഉള്ളിൽ തെളിഞ്ഞു വരുന്ന രൂപം അർജുനൻ്റെയാണ്. മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ്റേതാണ്. കാരണം ഈ പാണ്ഡവന്മാരിൽ വെച്ച് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ, എല്ലാ ശ്രേഷ്ഠതകളും തികഞ്ഞ, എല്ലാവർക്കും ആരാധിക്കാൻ തക്കതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞ, നന്മകളുടെ മുഴുവൻ, അതുപോലെ ശക്തിയുടെ, വീര്യത്തിൻ്റെ, പരാക്രമത്തിൻ്റെ, വിജയത്തിൻ്റെ, എല്ലാറ്റിൻ്റെയും പ്രതീകമായിട്ടുള്ള പുരുഷോത്തമനാണ് പാർത്ഥൻ. കാരണം ആ പാർത്ഥൻ വാസ്തവത്തിൽ ഭഗവാന്റെ തന്നെ ഒരു അവതാര അംശം കൂടിയാണ്, അല്ലേ? നരനാരായണന്മാരിൽ നാരായണൻ കൃഷ്ണനായി വന്നപ്പോൾ നരനാണ് പാർത്ഥനായിട്ട് വന്നത് എന്ന് നമുക്ക് കഥകൾ അറിയാം. അപ്പോൾ ആ ഒരു നന്മകളെല്ലാം തികഞ്ഞ പുരുഷോത്തമനായിട്ടുള്ള, എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ആ അർജുനനെയാണ് ഇവിടെ പാർത്ഥ ശബ്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ആ പാർത്ഥനായിക്കൊണ്ട് നേരിട്ട് പറഞ്ഞു കൊടുക്കപ്പെട്ടു ഭഗവതാ നാരായണേന സ്വയം, ഭഗവാൻ നാരായണനാൽ സ്വയം, നേരിട്ട് തന്നെ എന്ന്. അപ്പൊ ആരാണ് ഈ ഭഗവാൻ? എന്താണ് ഭഗവാൻ? ആ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
നമ്മുടെ നാരായണീയം ക്ലാസ്സിൽ വരുന്നവർക്കൊക്കെ അറിയാം അല്ലേ? നാരായണീയത്തിലെ പ്രഥമ ദശകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്ന വാക്കിൻ്റെ നിർവചനം അവിടെ പറയുന്നുണ്ട്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി നക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയഭൂതൻ ആരാണ്? സംശയമേ ഇല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭാഗവതം പ്രഖ്യാപിക്കുകയാണ്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ തന്നെയാണ് ഭഗവാൻ എന്നതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. ഭഗവാൻ എന്ന പദത്തിന് ഏറ്റവും അർഹനായിട്ടുള്ള ആള് കൃഷ്ണനാണ്. അതുതന്നെയാണ് മേൽപ്പത്തൂർ സ്ഥാപിക്കുന്നത്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം. ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഐശ്വര്യം, ഈശ്വരഭാവം, ലോകത്തെ മുഴുവൻ ഭരിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യം, ആ ഭരണ നൈപുണ്യമാണ് ഐശ്വര്യം. എല്ലാവരെയും നിയന്ത്രിക്കുവാനുള്ള സാമർഥ്യമാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ. ഈശ്വരസ്യ ഭാവഃ ഐശ്വര്യം. എന്താ ആരാണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശനം ചെയ്യുന്നവരിൽ വരൻ. ഈശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരിക്കുക. ഭരണം ചെയ്യുന്നതിൽ, ഭരിക്കുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനെയാണ് ഭരണശ്രേഷ്ഠൻ, ഭരണ നിപുണൻ, സമർത്ഥനായിട്ടുള്ള ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. അപ്പോൾ ഈ ലോകങ്ങളെ മുഴുവൻ ആട്ടിപ്പടയ്ക്കാൻ സാമർഥ്യമുള്ള ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. അവരിൽ അനേക ഈശ്വരന്മാരുണ്ട്, അല്ലെങ്കിൽ അനേക ശക്തിയുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കുന്ന, എല്ലാവർക്കും മുകളിൽ എല്ലാവരെയും മൂക്ക് കയറിട്ട് പിടിക്കുന്നതായിട്ടുള്ള ആളാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഈശ്വരൻ. ഈശ്വരന്മാർക്കും ഈശ്വരൻ, ഭഗവാന്മാർക്കും ഭഗവാൻ, അങ്ങനെ എല്ലാവർക്കും ഭഗവാനാണ് ആര്? കൃഷ്ണനെന്ന് ഭാഗവതവും നാരായണീയവും നമുക്ക് സ്ഥാപിച്ചു തരുന്നു. അപ്പം അങ്ങനെ ഐശ്വര്യം, അതുപോലെ വീര്യം. വീര്യം എന്നാൽ ശക്തി, എന്തും ചെയ്യുവാനുള്ളതായിട്ടുള്ള ശക്തി. അതുപോലെ യശസ്, ഒരു കളങ്കവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള അനന്തമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള യശസ്സിന് ഉടമസ്ഥനായിരിക്കുക. മൂഢന്മാർ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയെന്ന് വരും ഭഗവാനെ, അത് അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാന്റെ യശസ്സിന് യാതൊരു കളങ്കവും ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ മൂഢന്മാരുടെ വാക്കുകളൊക്കെ കാലം തള്ളിക്കളയും. ഭഗവാന്റെ യശസ് അവിടെ പിന്നെയും നിലനിൽക്കും, ശോഭിക്കും. കാലാകാലങ്ങളായി മൂഢന്മാർ പലരും ഭഗവാനെ ചീത്ത വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ യശസ്സിന് യാതൊരു കറയും ഇന്ന് വരെ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള നിർമ്മലമായ യശസ്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള യശസ്, നിസ്പൃഹൈശ്ചോപഗീതം, നിസ്പൃഹന്മാരാൽ പോലും ഗാനം ചെയ്യപ്പെടുന്ന, ഒന്നും പ്രതീക്ഷിക്കാത്ത നിസ്സംഗന്മാരായിട്ടുള്ള സന്യാസിമാരാൽ, ഋഷീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള യശസ്. അതുപോലെ ശ്രീ ലക്ഷ്മീദേവി, അല്ലെങ്കിൽ സമ്പത്ത്, എല്ലാ നന്മകളും എപ്പോഴും ഭഗവാന്റെ കൂടെ. കാരണം ലക്ഷ്മീദേവി തന്നെ ഭഗവാന്റെ മാറത്താണ് എപ്പോഴും ഇരിക്കുന്നത്. അംഗാ സംഗാ സദാ ശ്രീഹി അഖില വിദസി. സർവജ്ഞനാകുന്നു അങ്ങ്. ഭഗവാൻ എല്ലാം അറിയുന്നവനാകുന്നു. ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നുമില്ല. കാരണം എല്ലാറ്റിനെയും നിർമ്മിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ സർവജ്ഞൻ തന്നെയാണ്. എല്ലാം അറിയുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് അവൻ എല്ലാം ഉണ്ടാക്കിയത്, എല്ലാറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അപ്പോൾ എല്ലാറ്റിനെയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാം അറിയുന്നവനാണ് അവൻ. അങ്ങനെ അഖില വിദസി, സർവജ്ഞനായിരിക്കുന്നവനും. നക്വാപിതേ സംഘവാർത്ത, ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും ഒരു സംഘവുമില്ലാത്ത നിസ്സംഗനായിരിക്കുന്ന, നിസ്പൃഹനായിരിക്കുന്ന ആ ഭഗവാൻ വൈരാഗ്യത്തിൻ്റെ മൂർത്തിയാണ്. ഒന്നിനോടും ഡിപ്പെൻഡൻസി ഇല്ല, ഒന്നിനെയും തൻ്റെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണ സ്വതന്ത്രനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വൈരാഗ്യം എന്ന ലക്ഷണവും പരിപൂർണമായിരിക്കുന്നവനും
അതുകൊണ്ട് തന്നെ 6 ലക്ഷണങ്ങൾ ഭഗങ്ങൾ എന്നറിയപ്പെടുന്ന ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളെയാണ്, ഈ 6 കാര്യങ്ങളെയാണ് ഭഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത് പരിപൂർണമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സർവജ്ഞതയെ ഭഗവാൻ ആറ്റിക്കുറുക്കി ലോകത്തിന് നൽകിയതാണ് ശ്രീമദ് ഭഗവത്ഗീത. അർജുനനിലൂടെ ലോകത്തിന് തന്നതാണ് ഈ ഭഗവത്ഗീത. അപ്പോൾ ഭഗവാൻ സർവജ്ഞനാണ്. ആ സർവജ്ഞൻ്റെ ജ്ഞാനത്തിൻ്റെ ആറ്റിക്കുറുക്കിയ വെണ്ണയാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അത് ഭഗവത്ഗീത നമ്മളും ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ ഏത് ജ്ഞാനം കൊണ്ടാണോ തൻ്റെ ലീലകളൊക്കെ ചെയ്തത്, ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ അറിവ് നമുക്കും പകർന്നു തരികയാണ് ഭഗവാൻ, കാരുണ്യമൂർത്തി. അപ്പം നമുക്കും സർവജ്ഞരായിരിക്കാനുള്ള വഴിയാണ് ശ്രീമദ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയെ വേണ്ട രീതിയിൽ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ആ ഭഗവാൻ ഏത് തലത്തിലാണ് എല്ലാം കാണുന്നത്, ആ തലത്തിലേക്ക് നമ്മളെയും ഉയർത്തുമത്. ഭഗവാൻ തന്നെ ഇനി ഗീതാ മാഹാത്മ്യം എന്ന് പറയുന്നതായിട്ടുള്ള പത്മപുരാണത്തിൽ ഭഗവാൻ ഭൂമിദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഗീതാ മാഹാത്മ്യം. അതിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നത് എന്ന്. ഗീതാജ്ഞാനം ഉപാശ്രിത്യ 3 ലോകാൻ പാലയാമ്യഹം. ഗീതാമഹാത്മ്യത്തിൽ ഭഗവാൻ ഭൂമിദേവിയോട് പറയുക, ഗീതാജ്ഞാനം ഉപാശ്രിത്യ, ഈ ഗീതയിലുള്ള ജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ടാണ്, ആശ്രയിച്ചുകൊണ്ടാണ് 3 ലോകങ്ങളെയും ഞാൻ പരിപാലിക്കുന്നത് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗീതാജ്ഞാനം വേണ്ട രീതിയിൽ നമ്മളും ഉൾക്കൊണ്ടാൽ 3 ലോകങ്ങളും പരിപാലിക്കാനുള്ളതായിട്ടുള്ള പക്വത, അറിവ്, ആ വീക്ഷണം, ആ ദർശനം അത് നമുക്കുണ്ടാവും. സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ അറിവ് നമുക്ക് പകർന്നു തരികയാണ്. അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ സ്വയം ഭഗവതാ നാരായണേന, ഭഗവാൻ നാരായണൻ തന്നെയാണ് ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണഭൂതൻ എന്നാണ് നാരായണ ശബ്ദം കൊണ്ട് അർത്ഥം. ആ കാരണഭൂതനായ നാരായണൻ തന്നെയാണ് കൃഷ്ണരൂപത്തിൽ പാർത്ഥസാരഥിയായി അർജുനന്റെ രഥം നയിച്ചുകൊണ്ട്, അർജുനന് വിഷാദമുണ്ടായപ്പോൾ അർജുനന് നേരായ വഴി കാണിച്ചുകൊണ്ട്, അർജുനന്റെ രഥം മാത്രമല്ല അർജുനന്റെ മനസ്സിനെയും നേരായ വഴിക്ക് നയിച്ചുകൊണ്ട്, അർജുനന്റെ ബുദ്ധിയെയും നേരായ വഴിക്ക് നയിച്ചുകൊണ്ട്, അതിന് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകങ്ങളെ മുഴുവൻ നേരായ വഴിക്ക് നയിക്കാൻ ഭഗവാൻ ഉപദേശിച്ചതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീത. പാർത്ഥായ പ്രതിബോധിതാം, അർജുനനായിക്കൊണ്ട് നേരിട്ട് ഭഗവാനാൽ പറയപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ആ ഗീതയുടെ മാഹാത്മ്യം ഒരു വാചകം തന്നെ മതി നമുക്ക് എത്ര വേണമെങ്കിൽ പറയാനായിക്കൊണ്ട്. എന്താണ് ഗീത? ആ ഭഗവാൻ സർവജ്ഞൻ്റെ, ഭഗവാന്റെ, നാരായണൻ്റെ സർവജ്ഞതയുടെ ഒരു അനുവാദമാണ്. നമുക്ക് വേണ്ടി ആറ്റിക്കുറുക്കി വെണ്ണയാക്കി നമുക്ക് നൽകിയതായിട്ടുള്ള അറിവാണ് ശ്രീമദ് ഭഗവത്ഗീത. നമ്മളൊക്കെ പാർത്ഥന്മാരാണ് ഒരു കണക്കിന്. അർജുനൻ മാത്രമല്ല പാർത്ഥൻ, പൃഥ്വിയിൽ ജനിച്ചവരെല്ലാവരും പാർത്ഥന്മാരാണ്, പൃഥ്വീപുത്രന്മാരാണ് നമ്മളൊക്കെ, അല്ലേ? പൃഥാപുത്രനെ പാർത്ഥൻ എന്ന് വിളിക്കാമെങ്കിൽ പൃഥ്വീപുത്രന്മാരെയും പാർത്ഥൻ എന്ന് വിളിക്കാം. അപ്പൊ നമ്മളൊക്കെ പൃഥ്വിയുടെ പൃഥ്വ്യാഹ പുത്രാഹ വയം, ആ പൃഥ്വിയുടെ പുത്രന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പാർത്ഥന്മാർ തന്നെയാണ്. ഇനി പാർത്ഥ ശബ്ദത്തിന് മറ്റൊരർത്ഥം ഏറ്റവും പരമമായതിനെ അർത്ഥിക്കുന്നവൻ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ അർത്ഥിക്കുന്നവൻ, നല്ലത് ആഗ്രഹിക്കുന്നവൻ, പരമമായ പുരുഷാർത്ഥം നേടാൻ ആഗ്രഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം നമുക്കും വേണ്ടേ പരമമായിട്ടുള്ള പുരുഷാർത്ഥം, നമുക്കും വേണ്ടേ സ്വാതന്ത്ര്യം, നമുക്കും വേണ്ടേ ജീവിത വിജയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പാർത്ഥന്മാർ തന്നെയാണ്.
അപ്പോൾ പാർത്ഥന്മാരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രതാപുത്രനായ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നാരായണൻ തന്നെ ലോകത്തിന് ഉപദേശിച്ചതായിട്ടുള്ള ജ്ഞാനമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പം സ്വയം ഭഗവതാ നാരായണേന പാർത്ഥായ പ്രതിബോധിതാം പുരാണമുനിന വ്യാസേന മധ്യേ മഹാഭാരതം ഗ്രഥിതാം. വ്യാസേന ഗ്രഥിതാം, വ്യാസനാൽ കെട്ടിവെക്കപ്പെട്ടത്, എഴുതി ചേർക്കപ്പെട്ടത്. ഭഗവാൻ പറഞ്ഞു, വ്യാസൻ അതിനെ ലിഖിത രൂപത്തിലാക്കി, ഗ്രന്ഥരൂപത്തിലാക്കി എഴുതി വെച്ചു. എവിടെ? മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ. മധ്യേ മഹാഭാരതം. മഹാഭാരതം എന്ന മഹത്തായ ആ ഇതിഹാസത്തിൻ്റെ 6ാമത്തെ പർവമാണ് ഭീഷ്മപർവം. 18 പർവങ്ങളിൽ ആദ്യത്തെ 5 പർവങ്ങൾ കഴിഞ്ഞ് 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീത വരുന്നത്. ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ളതായിട്ടുള്ള ഉപപർവങ്ങളാണ്, അഥവാ അധ്യായങ്ങളാണ്. ഭഗവത്ഗീതാ പർവം എന്ന് അവിടെ ഒരു ഭാഗമുണ്ട്. ആ ഭഗവത്ഗീതാ പർവത്തിലാണ് ഈ ഭാഗം വരുന്നത്, 25 മുതൽ 42 വരെ. അപ്പോൾ 25 to 42 18 അധ്യായങ്ങളെ നമ്മൾ ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ടാണ് 1 മുതൽ 18 വരെ ആക്കിയിട്ട് നമ്മൾ പറയുന്നത്. മഹാഭാരതത്തിൽ എടുത്തു നോക്കിയാൽ ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീത എന്ന ഉപപർവത്തിൽ, ഭഗവത്ഗീതാ പർവത്തിൽ 25 മുതൽ 42 വരെയുള്ളതായിട്ടുള്ള ഭാഗമാണ്. 42 വരെയുള്ള ഉപപർവങ്ങൾ അല്ലെങ്കിൽ അധ്യായങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ മധ്യേ മഹാഭാരതം. അതിനെന്താ കാരണം? മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ഗീത പറയാൻ കാരണം എന്താണ്? അതൊക്കെ നമുക്ക് കാണാം. ഏറ്റവും ഉചിതമായ രംഗം ഭഗവാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലോകത്തിന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ. അല്ലാതെ ഗുഹയിലിരുന്നു കൊണ്ടോ ആശ്രമത്തിലിരുന്നു കൊണ്ടോ കൊടുത്ത ഉപദേശമല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവന് കൊടുത്തതായിട്ടുള്ള ഉപദേശം അത് രഹസ്യമായി കൊടുത്തതായിട്ടുള്ള ഉപദേശം, അല്ലെങ്കിൽ ഒരു വാനപ്രസ്ഥ സന്യാസഭാവത്തിൽ കൊടുത്തതായിട്ടുള്ള ഉപദേശമാണ്. ഇതുപോലെ സംഘർഷഭരിതമായിട്ടുള്ളൊരു യുദ്ധരംഗത്തല്ല കൊടുത്തത്. അപ്പോൾ ഇവിടെ ഈ മഹാഭാരത മധ്യത്തിൽ, ഈ യുദ്ധമധ്യത്തിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് ഈ ഗീത കൊടുത്തതിൻ്റെ മഹിമ അതെന്താണെന്ന് നമുക്ക് കാണാം. അതിനാണ് മഹാഭാരതം പശ്ചാത്തലം നമ്മൾ കണ്ടാലേ ഗീതയെ ശരിക്ക് വിലയിരുത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ഗീതയുടെ എന്താ പറയുക, മഹത്വം ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ പശ്ചാത്തലവും കൂടി ഒന്നുകൂടെ അറിയണം. അപ്പോൾ നമ്മുടെ പശ്ചാത്തലവുമായിട്ട് അതിനെ ഇണക്കി നമുക്ക് താരതമ്യം ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാമെന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ ഭഗവത്ഗീത സന്യാസിമാർക്ക് കൊടുത്ത ഉപദേശമല്ല. ഭഗവത്ഗീത ജീവിത ആയോധനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഓരോ ഗൃഹസ്ഥന്മാർക്കും ബ്രഹ്മചാരിമാർക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത. അല്ലാതെ റിട്ടയർമെൻറ്റിന് ശേഷം പഠിക്കേണ്ടതല്ല. റിട്ടയർമെൻറ്റിന് ശേഷം ഉദ്ധവ ഗീത പഠിക്കാം. എന്നുവെച്ചാൽ ഭഗവാൻ ഉദ്ധവന് കൊടുത്തതായിട്ടുള്ള ഉപദേശം വാനപ്രസ്ഥ സന്യാസിമാർക്ക് പറ്റിയ ഉപദേശമാണ്. ഭഗവത്ഗീത ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഉപദേശമാണ്, ചെറുപ്പക്കാർക്കുള്ള ഉപദേശമാണ്, വയസ്സന്മാർക്കുള്ള ഉപദേശമല്ല ഭഗവത്ഗീത. വയസ്സന്മാർക്കുണ്ട്, ഇല്ല എന്നല്ല, വയസ്സന്മാർക്കുള്ള ബ്രഹ്മവിദ്യ ഇതിലുണ്ട്. പക്ഷെ അതിലെ പ്രായോഗിക പദ്ധതികളെല്ലാം യോഗശാസ്ത്രം എന്ന് പറയുന്നത് അർജുനനെ പോലെ അരോഗ ദൃഢഗാത്രന്മാരായ ചുറുചുറുക്കുള്ളതായിട്ടുള്ള ചെറുപ്പക്കാരുടെ പ്രതീകമായിട്ടുള്ള ആ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് കാട്ടിലേക്ക് സന്യസിച്ച് പോകാൻ ഭിക്ഷാടനമാണ് ശ്രേയസ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി അർജുനനെ പിടിച്ചു നിർത്തി യുദ്ധം ചെയ്യിപ്പിച്ചതായിട്ടുള്ള ആ ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അത് ആർക്കുള്ളതാണ്? അത് ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് ഗീത. സന്യാസിമാരേക്കാൾ ഗൃഹസ്ഥന്മാരാണ് ഗീത പഠിക്കേണ്ടത്, ചെറുപ്പക്കാരാണ് ഗീത പഠിക്കേണ്ടത്, ജീവിതം ആരംഭിക്കുന്നവരാണ് ഗീത പഠിക്കേണ്ടത്. ജീവിതം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതല്ല ഗീത. അപ്പം നിരാശപ്പെടേണ്ടി വരും.
പരീക്ഷ കഴിഞ്ഞ് പുസ്തകം പഠിക്കുന്നത് പോലെയാണ് ജീവിതം കഴിഞ്ഞ് വയസ്സുകാലത്ത് ഗീത പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് മുമ്പെയാണ് പുസ്തകമൊക്കെ പഠിക്കേണ്ടത്, അല്ലേ കുട്ടികൾ? പഠിച്ച ശേഷം പരീക്ഷ. അതുപോലെ ജീവിതത്തിലേക്ക്, ജീവിതമാകുന്ന പരീക്ഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശ്രീമദ് ഭഗവത്ഗീത ആദ്യം പഠിക്കണം. അപ്പോൾ അത് നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും. ഗീതയിൽ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, ആരാണ് ഗീത പഠിക്കാനുള്ള അധികാരി എന്ന് ചോദിക്കുമ്പോൾ ജീവിതം ആരംഭിക്കുന്ന ഓരോ ചെറുപ്പക്കാരനും ഗീത പഠിക്കാൻ അധികാരിയാണ്. ഓരോ ഗൃഹസ്ഥനും ഗീത അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലാതെ സന്യാസിമാർക്കുള്ളതല്ല ഗീത. സന്യാസിമാർ ചൊല്ലിക്കോട്ടെ, പഠിച്ചോട്ടെ, നേരത്തെ പഠിച്ചതിൻ്റെ ഒരു അനുസന്ധാനം, എന്നിട്ട് അതിൽ അവർക്ക് വേണ്ടത് മാത്രം അവർ അതിലെ അനുസന്ധാനം ചെയ്യുന്നു. അർജുനൻ ഉപദേശിച്ച എല്ലാം സന്യാസിമാർക്ക് വേണ്ട. അർജുനൻ ഉപദേശിച്ചതെല്ലാം വേണ്ടവർ അത് ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഗീത. അപ്പോൾ അതാണ് ഇവിടെ മധ്യേ മഹാഭാരതം എന്നുള്ളതിൻ്റെ പ്രസക്തി. കൂടുതൽ നമുക്ക് ഈ ധ്യാന ശ്ലോകത്തിൽ വെച്ച് തന്നെ നാളെ കാണാം. ഇന്ന് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ഇരുന്ന എല്ലാവരെയും ഗീതാമാതാവ് അനുഗ്രഹിക്കട്ടെ, പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ, ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ.